ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ കുക്കിംഗ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കാണണം കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനൊരു 4 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില, മല്ലിയില, തൈര്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പം ഞാനിതാ ബീഫ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ ബീഫൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ബീഫെല്ലാം കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേവാനായ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസൊക്കെ ഓണാക്കി കുക്കർ അതിൻ്റെ മേലിലേക്ക് വെക്കുകയാണ്. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വേഗം നമുക്ക് ബിരിയാണിക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ മറ്റൊരു കുക്കർ ഇവിടെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ചപ്പ്, പുതിനയില, കറിവേപ്പില എന്നിവയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മസാല നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് കേട്ടോ. ആവശ്യത്തിന് തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. അത് നേരെ നമുക്ക് ഈ കായത്തിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു ഡവറ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 ഏലക്കായയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഹാഫ് വേവ് ആവുന്നത് വരെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അരി ഊറ്റിയെടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യൊന്ന് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാം. അതിന് ഞാൻ ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അല്പം കിസ്മിസും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി അത് നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വേവിക്കും. അപ്പോൾ അതൊരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.